ഒന്നാമത്തെ ആർ പി പിൻ്റെ അവസ്ഥ നോക്കാം. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയഗണൽ ഉണ്ട്. ആ ഡയഗണലിൻ്റെ വാല്യൂ, സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ അത് n√2 ആണ്. അതിൻ്റെ അർത്ഥം ഈ സൈഡ് n ആണ്, ഈ സൈഡ് n ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ. പിന്നെ ഓരോ ഡയഗണലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് എത്രയാണ്, ഇതുപോലത്തെ ഓരോ പാരലൽ ലൈൻസ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, കുറേ വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് എത്ര, ഇത് പറഞ്ഞിട്ടുണ്ട് 1/√2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് 1/√2 പറഞ്ഞിട്ടുണ്ട്. ഇത് 1/√2 ആണ്. ഇത് എത്ര ആംഗിൾ, സ്വാഭാവികമായിട്ടും 45 ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ഏല് വരച്ച് കാണിച്ചു തരാം. എന്താ നോക്കിക്കോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പെർപെൻഡിക്കുലർ ഇറക്കാണ്. ഇത് 45 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പോൾ നോക്കി നോക്ക്, സൈൻ നമുക്ക് ഈ ഒരു എക്സ് എന്ന ഡിസ്റ്റൻസ് അറിഞ്ഞുകൂടാ. ദാറ്റ് മീൻസ് സൈൻ 45 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്ര കിട്ടാം, 1/√2 ആണ്. 1/√2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 1/√2 ഇൻറ്റു എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, എക്സിൻ്റെ വാല്യൂ അത് 1 ആണ് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ഡിസ്റ്റൻസിൽ ആ രീതിയിലാണ് എന്തുള്ളത്, ഓരോ പാരലൽ ലൈൻസും ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നമ്മുടെ പാരലൽ ലൈൻസ് ഉള്ളത്, ഇതിങ്ങനെ ഒരു ഡിസ്റ്റൻസ്, അടുത്ത പാരലൽ ലൈന് 1 2 ഡിസ്റ്റൻസ്, അടുത്ത പാരലൽ ലൈന് 3 ഡിസ്റ്റൻസ്, അങ്ങനെ ഫസ്റ്റ് തുടങ്ങിയിട്ട് തന്നെയുള്ളതാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റത്തെ പാരലൽ ലൈൻ്റെ വാല്യൂ എത്രയാണ്, അതിൻ്റെ മീൻ ലെങ്ത്ത്. കാരണം ഈ ലെങ്ത്ത് ആണ് കണ്ടെത്താൻ പറയുന്നത്, എല്ലാത്തിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്തിട്ടാണ് കണ്ടെത്താൻ പറയുന്നത്. ഫസ്റ്റത്തെ പാരലൽ ലൈൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 √2. അടുത്ത പാരലൽ ലൈൻ്റെ ലെങ്ത്ത് നോക്ക് 2 ആണല്ലോ. ഇപ്പോൾ 2 ഇത് അപ്പോൾ 90 ഡിഗ്രി, സോ 2√2. അടുത്ത പാരലൽ ലൈന് 3√2. ഇങ്ങനെയാണ് പോകുന്നത്. ശരി, എവിടം വരെ പോകും, കണക്ക് പ്രകാരമാണെങ്കിൽ ഡയഗണൽ വരെ പോകുന്നുണ്ട്. അത് n√2 വരെ പോകണം. പക്ഷേ നമ്മൾ ഡയഗണൽ മാത്രമല്ല, നമ്മൾ ഡയഗണൽ വരെ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മളൊരു ചിന്തിക്കാൻ പോവാണ്, ഇവിടെ ഡയഗണലിൽ റൈറ്റ് സൈഡിലും ഇതേപോലെ തന്നെ പോകുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോലത്തെ അതേപോലത്തെ ലെങ്സ് തന്നെയാണ് റൈറ്റ് സൈഡിലും പോകുന്നത്, ലെഫ്റ്റ് സൈഡിലും പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡയഗണൽ ഒന്ന് ഡയഗണൽ ഒന്ന് ഒഴിവാക്കി കിട്ടുക. അപ്പോൾ √2 + 2√2 + 3√2 അപ് ടു ഡയഗണൽ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡയഗണൽ ജസ്റ്റ് മുമ്പുള്ള നമ്പർ. ദാറ്റ് മീൻസ് n - 1 √2. അത് എത്ര പ്രാവശ്യം, 2 ടൈംസ്. എന്തുകൊണ്ട് ഡയഗണൽ ഉൾപ്പെടാത്ത ഈ ഒരു ഏരിയയിൽ കുറച്ചുണ്ട്, ഈ ഏരിയയിൽ കുറച്ചുണ്ട്, അതുകൊണ്ടാണ് 2 ടൈംസ് എന്ന് പറയുന്നത്. രണ്ടും ഒരേപോലത്തെ സാധനങ്ങളാണ് 2 ടൈംസ്. ഓക്കെ. പ്ലസ് ഡയഗണലും കൂടി ആഡ് ചെയ്യുക. ഡയഗണൽ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്, കാരണം ഇത് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം ഡയഗണൽ ഉൾപ്പെടെ അല്ലാത്ത സാധനങ്ങൾ മാത്രമേ 2 പ്രാവശ്യം വരുന്നുള്ളൂ, ഡയഗണൽ 2 പ്രാവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്താ സംഭവം, ഇതൊരു എ പി ആണ്. ഡെഫിനറ്റ്ലി എന്താണ് കോമൺ ഡിഫറൻസ് എത്രയാണ്, 1 ആണ്. സോ ഇത് ഈ എ പിൻ്റെ വാല്യൂ കണ്ടെത്താം, ഉത്തരം കണ്ടെത്താം. പിന്നെ ഈ എ പി സോൾവ് ചെയ്യുക, n - 1 വരെ ഉണ്ട്, അന്നേരം ലാസ്റ്റ് ഉത്തരം കിട്ടും. വളരെ സിമ്പിളാണ്. ഓക്കെ. ഇനി ഇത് റിഡക്ഷൻ ഫോർമുലയെ പറ്റി പഠിക്കുന്നതാണ്. റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ വലിയ ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നതിന് അത് ചെറിയ ആംഗിൾസിലേക്ക് മാറ്റാനുള്ള ഒരു മെത്തേഡാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഏതോ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മുടെ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ടുള്ള 6 അതിങ്ങനെ കറങ്ങിയിട്ട് ഏതോ ഒരു പർട്ടിക്കുലർ തീറ്റയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അല്ലാണ്ട് ഈ ഒരു ആംഗിൾ അല്ല തീറ്റ, എങ്ങനെയൊക്കെ കറങ്ങിയിട്ടുള്ള ആ ഒരു ആംഗിളാണ് തീറ്റ. ശരി, ആ തീറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഒരു തീറ്റയുടെ പരം പൈ ആഡ് ചെയ്യുന്നത്, π + തീറ്റയുടെ കേസാണ് നോക്കുന്നത്. സോ തീറ്റയിൽ നിന്ന് പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക്, നേരെ ലീനിയർ പെയർ ആയതുകൊണ്ട് ഇതേ രീതിയിൽ വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ തീറ്റേനെ ആയിരിക്കും ഈ തീറ്റ എന്താണ്, അതേപോലെ ഈ പറഞ്ഞ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അന്നേരം പറയാൻ പറ്റുന്ന P'(n)ൻ്റെ വാല്യൂ തന്നെയായിരിക്കും എന്ത്, PM-ൻ്റെ വാല്യൂ. അതായത് നമ്മളോട് സൈൻ തീറ്റയുടെ വാല്യൂ ഈ ഒരു ഏരിയയിൽ, ഇനി എന്താണ് നമ്മളോട് ചോദിക്കുന്നത്, സൈൻ π + തീറ്റയുടെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. സൈൻ π +, ഇത് പ്രൂഫാണ് പറയാൻ പോകുന്നത്. സോ സൈൻ π + തീറ്റയുടെ വാല്യൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിച്ച് നോക്ക്, ഇവിടെ ഉണ്ടാവുന്ന Pn' അത് തന്നെയാണ് PM. പക്ഷേ ഇതിൻ്റെ എന്താണ് ഈ വൈയുടെ നേരെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക, കാരണം y ആക്സിസ് താഴോട്ടേക്കാണ്. സോ എനിക്ക് പറയാൻ പറ്റും സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് -y/r. എപ്പോഴും സെയിം തന്നെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ π + തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/r ആണ്. നോക്കി നോക്ക്, y/r. അതെ, ആ ഏരിയയിൽ ഇപ്പോൾ ഇവിടെ തന്നെ അല്ലേ, സൈൻ π + തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. ഇനിയാണെങ്കിലോ കോസ് π + തീറ്റയുടെ കേസ് നോക്കി, കോസ് π + തീറ്റ ഇതാ കോസ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റ പ്രകാരം എങ്ങനെയാണ് കോസ് π + തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റിൻ്റെ അതേ വാല്യൂ ആണ്, ഈ OMൻ്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും, പക്ഷേ -x ആയിരിക്കും. സോ -x/r എന്ന് വരും, ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ എന്ന രീതിയിൽ വരും. ഓക്കെ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വാല്യൂസും ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസും കണ്ടെത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട്. ഇനി π/2 + തീറ്റയുടെ കേസും കൂടി നോക്കാം. π/2 തീറ്റ എങ്ങനെയല്ലോ നമ്മൾ ആംഗിൾ തിരിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പർട്ടിക്കുലർ എന്താണ് തീറ്റയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീറ്റയിൽ നമ്മളൊരു π/2 ആഡ് ചെയ്യും. അപ്പോൾ തീറ്റയിൽ നിന്ന് π/2 എന്നാൽ ഈ റൊട്ടേറ്റിംഗ് വെക്ടർ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തും. ശരി, എന്ന് നോക്കി, ഇതാ ഈ ഒരു ആംഗിൾ ആൽഫ ആണെങ്കിൽ
ഇത് 90 മൈനസ് ആൽഫ. ഓക്കെ, എന്നിട്ട് ഇത് ആൽഫ, എന്നിട്ട് ഇത് 90 മൈനസ് ആൽഫ, എന്നിട്ട് ഇത് എത്രയാവും? ഈ ഒരു ആംഗിൾ ആൽഫയാവും. ഓക്കെ, ഇത് ആൽഫയാണ്, ഇത് ആൽഫ എന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു രണ്ട് സൈഡ് സെയിം ആയിട്ട് വരുന്നുണ്ട്, ഒരു എന്താണ് ആംഗിൾ കോമൺ ആണ്. ദാറ്റ് മീൻസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഓൾസോ കോൺഗ്രന്റ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ആംഗിൾ ഓപ്പോസിറ്റ് ദാറ്റ് ഈസ് ഒ എൻ. അപ്പോൾ ഒ എൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും പി എം, അതേപോലെ ഒ എൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളുടേത്. സോ ഒ എൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും എത്ര? ഒ എം എന്ന് പറയാൻ പറ്റും? ഇല്ല, ഒ എം എന്ന് പറയാൻ കഴിയില്ല. ഒ എൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് പി എം. കറക്റ്റ്, ഒ എൻ കറസ്പോണ്ടിങ് ആയിട്ട് പി എം, കാരണം ആൽഫയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ സൈൻ 90 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ ഇവിടെയുള്ള എക്സ് ഒക്കെ സെയിം ആണ്, അല്ല വൈ സെയിം ആണ്. ഓക്കെ, വൈ ഡാഷ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ സൈൻ തീറ്റ കണ്ടെത്താൻ, സൈൻ എന്താ കണ്ടെത്താൻ പോകുന്നത്? സൈൻ തീറ്റ കണ്ടെത്താൻ പോവാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഒ എൻ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 പ്ലസ് തീറ്റ ആണ്. ഇതിനെ സംബന്ധിച്ച് 90 എന്ന് കൂട്ടിയിട്ടുള്ള ആ ഒരു തീറ്റ ആണല്ലോ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നോക്കി നോക്കും, വൈ ഡാഷ് അപ്പോൺ ആറ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും വൈ ഡാഷ് അപ്പോൺ ആറ് എന്നാണ്. വൈ ഡാഷും വൈ സെയിം ആയതുകൊണ്ട് സെയിം നേരത്തെ അതേ ഇത് തന്നെയാണ്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള വൈ ഡാഷ്, ദാറ്റ് ഈസ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒ പി ഡാഷ് എൻ. പി ഡാഷിന് എന്തിനാണ് കറസ്പോണ്ടിങ് ആവുന്നത്? പി ഡാഷ് എന്ന് പറഞ്ഞാൽ നോക്കി നോക്ക്, ഒ എമ്മിനാണ് കറസ്പോണ്ടിങ് ആവുന്നത്. അപ്പോൾ ഒ എം ദാറ്റ് മീൻസ് എക്സിനാണ് കറസ്പോണ്ടിങ് ആവുന്നത്. അപ്പോൾ എക്സ് ബൈ ആർ എന്ന രീതിയിൽ, ഇപ്പോൾ കോസ് തീറ്റ എന്ന രീതിയിൽ, കാരണം എക്സ് ബൈ ആർ എന്ന് പറയുന്നത് ഇവിടെ സംബന്ധിച്ചിട്ട് കോസ് തീറ്റ ആണല്ലോ. അതേപോലെ കോസ് 90 പ്ലസ് തീറ്റ, കോസ് 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ക് പ്രകാരമാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് ഡാഷ് അപ്പോൺ ആർ എന്നാണ്. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒ എൻ ആണ്. ഒ എൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി എം ആണ്. സോ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഒരു മൈനസും കൂടി മനസ്സിലാക്കണം, കാരണം മൈനസ് ആണ്. സോ പി എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൈ ആണ്. സോ മൈനസ് വൈ അപ്പോൺ ആർ എന്ന രീതിയിൽ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഇനി ട്രിഗണോമെട്രിക് റേഷ്യോസ് ഇനി ജസ്റ്റ് ഷോർട്ട് ട്രിക്ക് മാത്രം. ഇത് ജസ്റ്റ് പ്രൂഫ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ആകെ ഷോർട്ട് ട്രിക്ക് മാത്രം പഠിക്കണം. ഹൊറിസോണ്ടൽ ലൈനിൽ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആളിനാണെന്ന് നമ്മൾ റിഡക്ഷൻ ചെയ്യുന്നത് അയാളുടെ സൈന് ആ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാഡ്രൻ്റ് സൈന് അനുസരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നോക്കുക. ഷോർട്ട് ട്രിക്ക് ആണെങ്കിൽ ഇതാ ഇപ്പം പറഞ്ഞ ട്രിക്കാണ് ഷോർട്ട് ട്രിക്ക്. ഇതാണ് ഈ ഒരു ഏരിയയിൽ എന്താണ് ചേഞ്ച് എങ്ങനെ സൈന് കോസാവും, ടാന് കോട്ടാവും, സീക്ക് കൊസീക്കാവും, ആ രീതിയിലാണ് ചേഞ്ച് ഉള്ളത്. കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് ഷോർട്ട് ട്രിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി റിഡക്ഷൻ ഫോർമുല ഫോർ മൈനസ് തീറ്റ ജസ്റ്റ് ഒന്നുമില്ല. നേരത്തെ നമ്മൾ ഇങ്ങനെ പോയപ്പോൾ ഏതാണ്? നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇപ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് തീറ്റ. ഓക്കെ, ആ മൈനസ് തീറ്റയിലുള്ള അതേ വാല്യൂ തന്നെയായിരിക്കും 2π മൈനസ് തീറ്റയിൽ ഉണ്ടാവുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അതേ ആംഗിളും തിരിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എത്തിക്കഴിഞ്ഞാലും സെയിം തന്നെയായിരിക്കും വാല്യൂസ് കിട്ടുക തീറ്റ പ്രകാരം, അല്ലേ? അപ്പം ആ 2π മൈനസ് തീറ്റ എന്ന രീതിയിൽ സെയിം തന്നെയാണ്. അപ്പോൾ അത് എന്താണ്? സൈന് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈന് 2π മൈനസ് തീറ്റ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. 2π ആണ്, 2π എന്ന് കുറക്കുക. അപ്പം മൈനസ് സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. സോ മൈനസ് സൈൻ തീറ്റ ദാറ്റ് മീൻസ് സൈനും ടാനും കോട്ടും ഒക്കെ എന്താണ്? നെഗറ്റീവിനെ പുറത്തോട്ടേക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ. പക്ഷേ കോസും സീക്കിൻ്റെയും കേസ് എന്താണ്? നെഗറ്റീവിനെ അവിടെ ഒതുങ്ങിക്കളയും. ദാറ്റ് മീൻസ് കോസും സീക്കും ഈവൻ ഫംഗ്ഷൻസ്, ബാക്കിയുള്ള സൈനും ടാനും കോട്ടും ഒക്കെ എന്താണ്? ഓഡ് ഫംഗ്ഷൻസ് ആണ്. കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇവരുടെ വാല്യൂസ് കണ്ടെത്താം, എന്നിട്ട് നമുക്ക് റിഡക്ഷൻ ഫോർമുല കൺസെപ്റ്റ് കുറച്ചുകൂടി ഉറപ്പിക്കാം. അപ്പോൾ സൈന് 25π/3 എന്നുള്ള സംഭവമാണ്. സോ 25π നമ്മൾ എന്ത് ചെയ്യും? ഒരു മൾട്ടിപ്പിൾസിലേക്ക് പോകണം. ഞാൻ എങ്ങനെ എഴുതും? 24π + π/3 എന്ന് എഴുതിക്കൂടെ? എഴുതുന്നതിന് കുഴപ്പമില്ല. ദാറ്റ് മീൻസ് 8π + π/3. ഓക്കെ, 8π ഈവൺ പൈ ആണ്. അപ്പോൾ ഈവൺ പൈ ഇവിടെ ഉണ്ട്, പ്ലസ് എന്തോ ഒരു, അപ്പോൾ ഇത് സൈനാണ്, സൈൻ പോസിറ്റീവാണ്. ഓൾ എന്താണ്? ASTC എയിലുള്ള ഏരിയ ആണ്, പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് സൈൻ π/3 എന്ന് എഴുതാൻ പറ്റും, ബിക്കോസ് ഈവൺ പൈ നോ ചേഞ്ച് ആണ്. സോ സൈൻ π/3യുടെ വാല്യൂ ദാറ്റ് ഈസ് √3/2 ഡൺ. ഇനി ബാക്കിയുള്ളതെല്ലാം വളരെ സിമിലർ ആയിട്ട് ചെയ്ത് നോക്കുന്നതുള്ളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വലിയ ആംഗിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ട് ഉണ്ടാവും, അല്ലേ? ടാൻ മൈനസ്, ആദ്യം ഒന്നാമത്തെ കാര്യം മൈനസ് പുറത്തോട്ടേക്കണം, ബിക്കോസ് ടാൻ ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ. സോ ടാൻ 300. ഇനി നമ്മൾ വലിയ ആംഗിൾസ് ആണെങ്കിൽ ഒന്നെങ്കിൽ 360 ടേംസ്, 360 ആണ് 2π കേട്ടോ, മാർക്കരുത്. 360 ടേംസ്. സോ എനിക്ക് എഴുതാൻ പറ്റും ടാൻ 2π അല്ലെങ്കിൽ 360 - 60 എന്ന രീതിയിൽ ഇരിക്കും. അതിനല്ലേ 300, കറക്റ്റ് ആണല്ലോ. 360 ദാറ്റ് മീൻസ് 2π എന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ആൻഡ് ടാൻ 60 ബിക്കോസ് 2πയിൽ ചേഞ്ച് ഉണ്ടാവില്ല, ഹൊറിസോണ്ടൽ ലൈനിൽ ചേഞ്ച് ഇല്ല. സോ ടാൻ 60യുടെ വാല്യൂ ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും സൈൻ 60 എത്രയാണ്? √3/2
upon cos 60 that is 1/2 cancels √3 so √3 ആണ് ഉത്തരം ഓക്കെ പിന്നെ എന്താണ് sin 405 ഇനി വലിയ വലിയ ഇതുപോലത്തെ ആംഗിൾസ് ആണെങ്കിൽ 1470 അപ്പോൾ ആദ്യം സീക്ക് ആ നെഗറ്റീവിനെ ഒഴിവാക്കും സോ സീക്ക് 1470 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 360 കൊണ്ട് ഡിവൈഡ് ചെയ്യും 360 ഡിവൈഡ് ചെയ്ത് 364 4ലേക്ക് പോകുന്നുണ്ട് ദാറ്റ് മീൻസ് 4 ഇൻറ്റു 2π 360 2π സോ മീൻസ് 8π എന്ന രീതിയിലാണുള്ളത് സോ 8π പ്ലസ് 30 സോ 8π പ്ലസ് 30 എന്തായാലും പറയാൻ പറ്റും സീക്ക് 30 എന്ന് പറയാൻ പറ്റും സോ സീക്ക് 30 എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി സീക്ക് 30 ദാറ്റ് ഈസ് 1/cos 30 ആൻഡ് cos 30 ഈസ് √3/2 സോ ദാറ്റ് മീൻസ് 2/√3 എന്ന് പറയാൻ പറ്റും കറക്റ്റാണ് 2/√3 റെസിപ്രോക്കൽ എടുത്തു ഓക്കെ ഇനി ബാക്കിയുള്ളത് വളരെ സിമ്പിളാണ് ഇതേ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ തീറ്റ അത് 0യുടെയും 45 ഡിഗ്രിയുടെയും ഇടയിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈൻ്റെ വാല്യൂ അത് കോസിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതാണ് ഇനി തീറ്റ 45നെയും 90യുടെ ഇടയിലാണ് നമുക്ക് പറയാൻ പറ്റും സൈൻ്റെ വാല്യൂ കോസിൻ്റെ വാല്യൂവിനേക്കാളും വലുതാണെന്ന് പറയാൻ പറ്റും അതേപോലെ 0യുടെയും 45യുടെ ഇടയിലാണെങ്കിൽ ടാൻ്റെ വാല്യൂ കോട്ടിനേക്കാളും ചെറുതാണെന്ന് പറയാൻ പറ്റും അതേപോലെ 45 90യുടെ ഇടയിലാണെങ്കിൽ ടാൻ്റെ വാല്യൂ കോട്ടിനേക്കാളും വലുതാണെന്ന് പറയാൻ പറ്റും ഈ ഇൻഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ വാട്ട് എ സൈൻ ഹാസ് സൈൻ എ മൈനസ് കോസ് എ ഫോർ ദി ഫോളോയിങ് വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പം 215 എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് സൈന് 215 മൈനസ് കോസ് 215 ഇത്രയും വലിയ ആംഗിൾസ് വെച്ച് നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റിഡക്ഷൻ ഫോർമുലയിലേക്ക് പോകും റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏത് 360ലേക്ക് പോകണോ അല്ലെങ്കിൽ 180ലേക്ക് പോകുന്നതാണ് ബെറ്റർ 180 എത്ര പോകേണ്ടി വരും 180യും 35യും ആഡ് ചെയ്താൽ എനിക്ക് 215 ആണ് ദാറ്റ് മീൻസ് സൈൻ 2π പ്ലസ് 35 ദാറ്റ് മീൻസ് മൈനസ് സൈൻ 35 എന്ന് പറയാൻ പറ്റും മൈനസ് കോസ് 2π പ്ലസ് 35 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് തന്നെ വരും പ്ലസ് AST കറക്റ്റ് സോ കോസ് 35 എന്ന് വരും ദാറ്റ് ഈസ് കോസ് 35 മൈനസ് സൈൻ 35 ഇനി ആംഗിൾ നോക്കി നോക്ക് ഡെഫിനറ്റ്ലി ഡിഗ്രിയിലാണ് അപ്പോൾ 0യുടെയും 45യുടെയും ഇടയിലാണ് ദാറ്റ് മീൻസ് ആരാണ് വലുത് ഡെഫിനറ്റ്ലി കോസ് ഇസ് ബിഗർ ദാൻ സൈൻ സോ ഇയാളുടെ സൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും ഓക്കെ അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കുക ജസ്റ്റ് ആ ഒരു ചെറിയ ചെറിയ നമ്പേഴ്സ് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ ചെറിയ ആംഗിളിലേക്ക് പോവാം ചെറിയ ആംഗിളിലേക്ക് പോയിട്ട് ഈ കൺസെപ്റ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഓക്കെ എന്നാലും നമുക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് കിട്ടും ഓക്കെ നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഒരു കഥയാണ് നോക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം അറിയുന്നത് വെച്ചാൽ എന്താണ് സൈന് 180 മൈനസ് തീറ്റ ദാറ്റ് ഈസ് 2π മൈനസ് തീറ്റ ദാറ്റ് ഈസ് സൈൻ തീറ്റ അപ്പോൾ നമുക്ക് ആംഗിൾ 180 മൈനസ് തീറ്റ പ്ലസ് തീറ്റ അപ്പോൾ നമുക്ക് ടോട്ടൽ 180 കിട്ടുന്നത് അപ്പോൾ രണ്ട് സൈൻ്റെ ഫങ്ഷൻസ് അവർ തമ്മിലുള്ള ആംഗിൾസിൻ്റെ അഡീഷൻ ചെയ്തതിന് 180 കിട്ടുന്നുണ്ടെങ്കിൽ അവർ രണ്ടാളും സൈൻ വാല്യൂസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും ദാറ്റ് മീൻസ് സൈൻ 61 ഏത് ആംഗിളായിരിക്കും 180 മൈനസ് 61 എന്ന് പറഞ്ഞാൽ 119 ദാറ്റ് മീൻസ് സൈൻ 190 ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടാളും ആഡ് ചെയ്ത് എത്ര കിട്ടുന്നത് 180 കിട്ടുന്നുണ്ട് ഇവർ രണ്ടാളും ആഡ് ചെയ്ത് 180 കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളും സൈൻ വാല്യൂസ് സെയിം ആണെന്ന് പറയാൻ പറ്റും പക്ഷേ കോസിനും കൊസീക്കിനും ഒക്കെ വേറെ തന്നെയാണ് കഥയാണ് അപ്പോൾ നോക്കി കോസ് തീറ്റ അല്ല കോസ് പൈ മൈനസ് തീറ്റ ഇസിക്വൽ ടു മൈനസ് കോസ് തീറ്റ കാരണം എന്തുകൊണ്ടാണ് ഇത് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ് സോ മൈനസ് കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും സോ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 തന്നെ കിട്ടാൻ എന്ത് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ പൈ ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് പറയാൻ കോസിന് സൈന് മാത്രമേ അതിൻ്റെ അതേ വാല്യൂയിട്ട് ഈക്വൽ ആവുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിനും ഒരു എക്സ്റ്റേണൽ മൈനസോടെ പുറത്തോട്ടേക്ക് വരും എന്നുള്ള കാര്യം പ്രൊവൈഡഡ് ദാറ്റ് അവരുടെ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെങ്കിൽ അവരുടെ വാല്യൂ ഈക്വൽ ആയിരിക്കും സപ്ലിമെൻ്ററി ആംഗിളായിട്ട് ഈക്വൽ ആയിരിക്കും പക്ഷേ ഒരു മൈനസോടെ ആയിരിക്കും പുറത്തോട്ടേക്ക് വരിക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം ഓക്കെ അതാണ് രണ്ടാമത്തെ കേസ് if two angles are supplementary then their sum is pi then their cos have equal magnitudes but opposite sign എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താണ് കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ കഥയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കോംപ്ലിമെൻ്ററി ആംഗിൾസിൽ എന്താണ് പറയുന്നത് സൈൻ 90 മൈനസ് തീറ്റ ദാറ്റ് ഈസ് കോസ് തീറ്റ ദാറ്റ് മീൻസ് എന്താണ് രണ്ട് ആംഗിൾസ് ഓക്കെ അവരുടെ ആംഗിൾസിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ π/2 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ സൈൻ അവരുടെ കോസ് ഈക്വൽ ആയിരിക്കും അതേപോലെ എന്താ സീക്ക് അത് കൊസീക്കിന് ഈക്വൽ ആയിരിക്കും ടാൻ കോട്ടിന് ഈക്വൽ ആയിരിക്കും ആ ഒരു കഥ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മാത്രമേ നമ്മൾ നെഗറ്റീവിൻ്റെ കാര്യം പറയുന്നുള്ളൂ സൈനിന് നെഗറ്റീവ് ഒന്നും എക്സ്ട്രാ വരില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസിനും സപ്ലിമെൻ്ററി ആണെങ്കിൽ ഒരു നെഗറ്റീവ് പുറത്തോട്ടേക്ക് വരും പക്ഷേ കോംപ്ലിമെൻ്ററിയിലെ കഥയിൽ അങ്ങനത്തെ നെഗറ്റീവിൻ്റെ ഒരു വർത്തമാനം ഇല്ല ഓക്കെ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കും സൈൻ 11π/17 സൈൻ 11π/17
ഒരു കോംപ്ലിമെൻ്ററി എവിടെയും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി നോക്കുക 11π/17 സൈൻ 6π/17 രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17π/17 ദാറ്റ് ഈസ് പൈ കിട്ടും. സോ ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ആണ്, രണ്ടുപേർക്കും ഒരേ വാല്യൂസ് ഡൺ 0. ഇനി കോസ് 10π അപ്പോൾ ഇവർ രണ്ടാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ആണ് കിട്ടുന്നത്. ഏത് ആംഗിൾസ് ആഡ് ചെയ്താൽ പൈ ആണ് കിട്ടുന്നത്. സോ ഇവർ കോസ് ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരും. ബിക്കോസ് കോസ് 10π/13 ഈസ് ഇക്വൽ ടു മൈനസ് കോസ് 3π/13. സോ ഇത് രണ്ട് കട്ട് ചെയ്ത് ഒരു മൈനസ് വരും. ടാനിലും സെയിം കേസ് തന്നെയാണ്, സപ്ലിമെൻ്ററി ആണ്, പക്ഷേ ഒരു എക്സ്ട്രാ മൈനസ് വരും. സോ മൈനസ് ടോട്ടൽ 1 വരും. -1 ആവും. -1 ഇൻറ്റു -1 ദാറ്റ് ഈസ് 1. അടുത്തത് സിമിലർ ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ തിരിയും. ഇതെന്താണ് ഇവാലുവേറ്റ്, ഇത് ഇവാലുവേറ്റ് ആണ് പറയുന്നത്, ഇവാലുവേറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സപ്ലിമെൻ്ററിയും കോംപ്ലിമെൻ്ററിയും വേണ്ടി ചിന്തിച്ച് നോക്കാം. അപ്പോൾ സൈന് കാണുന്നുണ്ട്. ഞാൻ അതിന് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമുണ്ടോ? ഇല്ല, ഡബിൾ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ശരി, ഇവിടെ സൈനും കോസിലും എന്തോ ഒരു കഥ കാണുന്ന പോലെ ഉണ്ട്. ഞാൻ ഈ സൈൻ π/7 അത് ഞാൻ ഈ ആംഗിൾ ഒന്ന് ഉള്ളിൽ നിന്ന് ഡബിൾ ചെയ്യാണ്. ദാറ്റ് മീൻസ് സൈന് 2π/14. ഓക്കെ, 2π/14 5π/14 രണ്ടും ആഡ് ചെയ്തതിന് എത്ര കിട്ടാൻ? 5π/14 2π/14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് π/2 കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. സോ ഇവർ രണ്ടാളും വാല്യൂസ് സെയിം ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും കട്ടായി ഒന്നായി. ശരി, അതേപോലെ സിമിലർലി ഇവർ രണ്ടാളെയും ആംഗിൾസ് 5π/11 പ്ലസ് π/22 ഒന്ന് ആഡ് ചെയ്തതിന് π/2 ആണ് കിട്ടുക. ഒന്ന് ആഡ് ചെയ്ത് ഡബിൾ ചെയ്ത് നോക്ക്. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10π/22. ഓക്കെ, 10 11 കറക്റ്റ് 5/2 കിട്ടുന്നുണ്ട്. സോ ഇവർ രണ്ടാളും സെയിം ടാൻ ആണ്. ഇനി ഇവർ രണ്ടാളും എന്താണ്? ദിസ് ഇസ് സപ്ലിമെൻ്ററി ആണ്. ടാൻ ആയത് -1, ഒരു എക്സ്ട്രാ -1. സോ -1 ആണ് ഉത്തരം. ഡൺ. ഇനി എന്താണ്? ഇതെന്താ വളരെ സിമ്പിളാണ്. ഏതാണ്? ടാൻ π/11. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സപ്ലിമെൻ്ററി കോംപ്ലിമെൻ്ററി അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇതാണ്. സോ ഇവർ രണ്ടാളും എന്താണ്? 10π/11 പ്ലസ് π/11 ദാറ്റ് ഈസ് പൈ ആണ്. സോ സപ്ലിമെൻ്ററി ഇവർ രണ്ടാളും വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ വാല്യൂ മറ്റൊരുത്തൻ്റെ വാല്യൂവിൻ്റെ നെഗേഷനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ്. സോ അവർ രണ്ടാളും ആഡ് ചെയ്തതിന് 0 ആയി പോകുന്നുണ്ട്. ശരി, അതേപോലെ ഇവർ രണ്ടാളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ സപ്ലിമെൻ്ററി ആണ്. സോ ഇവർ രണ്ടാളും വാല്യൂസ് അങ്ങോട്ടോട്ട് നെഗറ്റീവ് ആണ്. സോ ഇവർ രണ്ടാളും ആഡ് ചെയ്താൽ 0 ആവുന്നുണ്ട്. ഇവർ രണ്ടാളും ആഡ് ചെയ്താൽ 0 ആവുന്നുണ്ട്. ടോട്ടൽ 0 ആയി ഉത്തരം ആയി. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എന്താ? സൈൻ സ്ക്വയർ π/18. ശരി, ഇത് കുറച്ചും കൂടി ബെറ്റർ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. π/18 പക്ഷേ ഇവിടെ എന്തോ ഒരു π/9 അങ്ങനെ എന്തോ തോന്നുന്നുണ്ടല്ലേ. π/9 മേ ബി π/18 എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? സൈൻ സ്ക്വയർ π/9 അതിനെ കോസിൻ്റെ ടേംസിലേക്ക് എഴുതാൻ പോകണം. കാരണം സ്ക്വയറാണ് കാണുന്നത്. അപ്പോൾ ഒരു കോസിൻ്റെ ടേംസിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് മേ ബി ഇതേ ആംഗിൾ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കോസിൻ്റെ ടേംസിലേക്ക് എഴുതണമെങ്കിൽ എങ്ങനെയാണ്? കോസിൻ്റെ ടേംസിലേക്ക് എഴുതണമെങ്കിൽ π/9 ആണല്ലോ. അപ്പോൾ π/2 നിന്ന് π/9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ? ദാറ്റ് ഈസ് 9π - 2π/18 ദാറ്റ് ഈസ് എത്ര കിട്ടാം? 6π/18 ആണോ? സോറി, 7π/18 കിട്ടും. 7π/18 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തത്? കാരണം ഈ 7π/18 അതേപോലെ π/9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? π/2 ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ π/9 അല്ലെങ്കിൽ സൈൻ π/9 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 7π/18 എന്ന് പറയാൻ പറ്റും. സോ ഈ പറഞ്ഞ ടേമിനെ ഞാൻ കോസിൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ 7π/18. അതുകൊണ്ട് ഞാൻ π/2 കുറച്ചത്. കാരണം അവർ രണ്ടാളും ആഡ് ചെയ്തിട്ട് π/2 ആയിട്ട് വരണം. എങ്കിലും നമുക്ക് അവരുടെ രണ്ടാളും വാല്യൂസ് സൈൻ്റെയും കോസിൻ്റെയും ഈക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ് സ്ക്വയർ 7π/18. ഇനി കോസ് സ്ക്വയർ 7π/18 ഉപയോഗം എന്താ? കോസ് സ്ക്വയറും ഉണ്ട്, 7π ഇയാളും ഉണ്ട്. ഇവർ രണ്ടാളും വാല്യൂസ് ഒരേ ആംഗിൾസ് രണ്ടും കൂടി ആഡ് ചെയ്ത് 1 ആവും. ഇനി സിമിലർലി ബാക്കി രണ്ടുപേര് ഇവന്മാരുണ്ട്. അപ്പോൾ ഇയാളെ ഞാനൊന്ന് പിടിച്ച് കോസിലേക്ക് മാറ്റി നോക്കാം. കോസിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? π/2 അയാളുടെ ആംഗിൾ മാറ്റണം. സോ π/2 മൈനസ് 4π/9 എന്ന ഫോർമാറ്റിലേക്ക് എഴുതണം. ദാറ്റ് ഈസ് 9π മൈനസ് 8π/18 ദാറ്റ് ഈസ് ഇക്വൽ ടു π/18 എന്ന രീതിയിൽ വരും. അപ്പോൾ ഇയാൾ ഞാൻ പിടിച്ചിട്ട് കോസ് സ്ക്വയർ π/18 എഴുതും. സോ കോസ് സ്ക്വയർ π/18 സൈൻ സ്ക്വയർ π/18 രണ്ടും കൂടി 1 ആവും. സോ 1 + 1 2 ആണ് ഉത്തരം. ഡൺ. നേരത്തെ 1 ഉണ്ട്, ഇപ്പോഴത്തെ 1 ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഇസ് ഇക്വൽ ടു -3/5. അപ്പോൾ സൈൻ എക്സ് -3/5 എന്ന് പറയുന്നത്. സോ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് 3 5 അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ഇനി ഏത് ഏരിയയിലുള്ളത്? പൈ എന്നും 3π/18 ദാറ്റ് മീൻസ് ഈ ഒരു ക്വാഡ്രൻ്റാണ്, തേർഡ് ക്വാഡ്രൻ്റാണ് ഉള്ളത്. ശരി, ഇനി ഇങ്ങനെ കണ്ടെത്താൻ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3/5 ആണ്, അല്ല 3/4 ആണ്. സോ 3/4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 9/16 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4/5 ആണ്. ഇൻറ്റു 80 കണ്ടെത്താനാണ് പറയുന്നത്. ദാറ്റ് ഈസ് 945 മൈനസ് 64 അപ്പോൺ കോസ് തീറ്റ ഇത് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്. സോ ഇത് പ്ലസ് ആണ് വരാൻ. സോ എനിക്ക് പറയാൻ പറ്റും 45 പ്ലസ്, കാരണം കോസ് തീറ്റയുടെ വാല്യൂ ആണ് ഇത്, കോസ് തീറ്റയുടെ വാല്യൂ ആൻഡ് ദിസ് ഇസ് പ്ലസ്
എക്സ് ഒരു മൈനസ് ആണ്, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി, അങ്ങനെ വന്നത് 45 പ്ലസ് 64 അപ്പോൺ 80. സോ 80 ക്യാൻസൽ ആയി, ദാറ്റ് ഈസ് 109 ഇസ് ദി ആൻസർ. ഡൺ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് ടാൻ തീറ്റയുടെ വാല്യൂ, ഇതാണ് സാധനം. ഓക്കെ, എന്നിട്ട് ക്വാഡ്രൻറ്റ് ഇവിടെ മുതൽ ഇതാ ക്വാഡ്രൻറ്റിൽ നമുക്ക് ആംഗിൾ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏതൊക്കെ വാല്യൂസ് തീറ്റക്കാവാം. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റ ഇസിക്വൽ ടു -1/2 എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏതൊക്കെ തീറ്റാസ് ആവാം ഈ ഒരു ആംഗിൾസിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള എത്രയൊക്കെ തീറ്റാസിൻ്റെ വാല്യൂ എന്താണ് 1/2 ആവും, -1/2 ആവും. അപ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് ഒക്കെ മറന്നു കളയാം. എന്താണ് സാർ നെഗറ്റീവ് ബൂൾജാവും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, സൈൻ തീറ്റ എപ്പോഴാണ് 1/2 ആവുന്നത്, ദാറ്റ് ഈസ് π/2. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആംഗിൾ, തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ. ശരി, തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ. ഇനിയോ സൈൻ തീറ്റ വാല്യൂ എവിടെയൊക്കെ നെഗറ്റീവ് വന്നത്, ദാറ്റ് ഈസ് തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. റൈറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വാഡ്രൻസിൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ്, ആദ്യം തീറ്റ, ഇത് ഏത് ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ വരും. അടുത്തത് പൈ മൈനസ് തീറ്റ, കണ്ട പൈ നിന്ന് കുറച്ച് തീറ്റ, പിന്നെ അടുത്ത് പൈ പ്ലസ് തീറ്റ, അടുത്തത് 2π മൈനസ് തീറ്റ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി അടുത്ത റൗണ്ടിന് 2π, ഇതൊരു 2π വരെയുള്ള റൗണ്ടാണ് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത റൗണ്ടിനാണെങ്കിലോ, എല്ലാ റൗണ്ടിലാണെങ്കിൽ നേരത്തെ സാധനങ്ങൾ തീറ്റൻ്റെ അപ്പുറം ഒരു 2π ആഡ് ചെയ്യാം. ഇപ്പോൾ 2π പ്ലസ് തീറ്റ വരും. അടുത്ത പൈ മൈനസ് തീറ്റൻ്റെ അപ്പുറം ഒരു 2π ആഡ് ചെയ്ത് 3π മൈനസ് തീറ്റ വരും. നേരത്തെ 3π പ്ലസ് തീറ്റ വരും, 2π, അങ്ങനെ ഓരോ 2π ആഡ് ചെയ്ത് പോവാം. എന്നിട്ട് അടുത്ത റൗണ്ടിലുള്ള കാര്യങ്ങളും കിട്ടും. ഓക്കെ, സോ അത് രണ്ടും പഠിച്ചു വെക്കണം. സോ 0 മുതൽ 4π വരെ എന്ന് പറഞ്ഞാൽ ഒന്ന് എവിടെ മുതൽ എവിടം വരെയാണ്, ഒന്ന് നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റ്, തീറ്റ എന്ന് പറഞ്ഞാൽ π/2 ആണ്, ബേസിക് തീറ്റ π/2. അപ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റ് തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ π പ്ലസ് π/2, ദാറ്റ് ഈസ് 3π/2 എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ഉണ്ട്, തീറ്റക്കാവാം. പിന്നെ എന്താണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്, ദാറ്റ് ഈസ് 2π മൈനസ് π/2, ദാറ്റ് ഈസ് 4π മൈനസ് π, ദാറ്റ് ഈസ് 3π/2 അഗെയിൻ. ഇത് പറയപ്പെടുണ്ടല്ലോ. ഓക്കെ, അതാണ് കുഴപ്പം. സൈൻ തീറ്റയുടെ വാല്യൂ ദാറ്റ് ഈസ് π/6 30 ഡിഗ്രിയിലല്ലേ, അപ്പോൾ π/6 ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കുക, പൈ പ്ലസ് തീറ്റ ഉണ്ട്, ദാറ്റ് ഈസ് പൈ പ്ലസ് π/6 ഉണ്ട്, 2π മൈനസ് തീറ്റ ഉണ്ട്, പിന്നെ 4π വരെ ഉള്ളതുകൊണ്ട് 3π പ്ലസ് π/6ഉം 4π മൈനസ് π/6ഉം കൂടി വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനിയോ ഇനി അടുത്ത നെഗറ്റീവ് ഡിഗ്രീസിലാണെങ്കിൽ -4π മുതൽ 0 വരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പരിപാടിയും ചെയ്യുക. ആദ്യം എന്താണ് ബേസിക് ആംഗിൾ ആയിട്ടുള്ള π/6 ആയിട്ട് വെക്കുക, ബിക്കോസ് നെഗറ്റീവ് ഒക്കെ മറന്നിട്ട് π/6. എന്നിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇനീഷ്യലി ഇവിടെയാണ് നമ്മൾ മൈനസ് തീറ്റ എന്ന് കൊടുക്കും. പിന്നെ എന്താണ് -π പ്ലസ് തീറ്റ വരും, -π പ്ലസ് തീറ്റ വരും, പിന്നെ -π മൈനസ് തീറ്റ വരും. അതെങ്ങനെ വരുന്നതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. -π മൈനസ് തീറ്റ, പിന്നെ എന്താ വരാൻ -2π പ്ലസ് തീറ്റ എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു 4 ആംഗിൾസ് പഠിക്കുക. പിന്നെ അടുത്ത റൗണ്ടിലുള്ള ആംഗിൾസ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ അതേ ആംഗിൾസിന് എന്ത് ചെയ്യുക, ഒരു -2π ആഡ് ചെയ്യുക. ഇവിടെ -2π ആഡ് ചെയ്യുക, -2π മൈനസ് തീറ്റ എന്ന രീതിയിൽ വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നേരത്തെ ആംഗിൾസ് കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാൻ. ഇപ്രാവശ്യത്തെ ആംഗിൾസ് കുറച്ചും കൂടി ടഫ് ആയിരിക്കും. ആദ്യം മൈനസ് തീറ്റ വരുന്നുണ്ട്, പിന്നെ -π പ്ലസ് തീറ്റ, -π മൈനസ് തീറ്റ വരുന്നുണ്ട്, പിന്നെ -2π പ്ലസ് തീറ്റ എന്ന രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള അടുത്ത റൗണ്ടിൽ കിട്ടണമെങ്കിൽ എല്ലാത്തിനും -2π ആഡ് ചെയ്യുക. നേരത്തെ +2π ആഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ -2π ആഡ് ചെയ്തപ്പോൾ അടുത്ത റൗണ്ടിന് കിട്ടും. എന്നിട്ടോ നമുക്ക് സൈൻ തീറ്റ വാല്യൂ നെഗറ്റീവ് വരുന്നത് ഏതൊക്കെ ക്വാഡ്രൻറ്റ്സ്, ദിസ് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം, ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 വാല്യൂസ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ബാക്കിയുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റൻ ആണെങ്കിലോ sec തീറ്റയുടെ വാല്യൂ 1/√2, ദാറ്റ് മീൻസ് 1/cos തീറ്റയുടെ വാല്യൂ ദാറ്റ് ഇസ് ഇക്വൽ ടു √2, ഐ മീൻ 1/√2. കോസ് തീറ്റയുടെ വാല്യൂ 1/√2 എന്ന് കിട്ടും. കോസ് തീറ്റയുടെ വാല്യൂ 1/√2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ 3π/2 മുതൽ 2π വരെ, ദാറ്റ് മീൻസ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻ്റ് ദാറ്റ് മീൻസ് കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരച്ചറിയാം. തീറ്റ 1/√2 ആണ് കോസ് തീറ്റയുടെ വാല്യൂ, ദാറ്റ് മീൻസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ദിസ് ഇസ് 1 ആൻഡ് ഇവിടെ വന്നത് 1 പ്ലസ് ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, സോ -1. ടാൻ തീറ്റ 1 ആണ്, പക്ഷേ ക്വാഡ്രൻറ്റ് ടാൻ നെഗറ്റീവ് ആയതുകൊണ്ട് അത് പ്ലസ് കൊസീക് തീറ്റ. സോ കോസ് അത് സൈൻ തീറ്റ ഈസ് 1/√2 ആൻഡ് കൊസീക് മീൻസ് അതിൻ്റെ റെസിപ്രോക്കൽ √2 ആണ്. ശരി, പക്ഷേ √2 നെഗറ്റീവ് ആണ്, ബിക്കോസ് കോസ് ഇസ് നെഗറ്റീവ് ഇൻ ദാറ്റ് ഏരിയ. സോ -√2. ഇത് പോയി -√2 അപ്പോൺ 1 പ്ലസ് കോട്ട് തീറ്റ. ടാൻ തീറ്റ 1 ആണ് ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ്, സോ 1ഉം ക്യാൻസലായി. പിന്നെ -cos തീറ്റ. -cos തീറ്റ മീൻസ് മൈനസിൻ്റെ മൈനസ്, ദാറ്റ് ഈസ് പ്ലസ് √2. സോ ഐ തിങ്ക് ആൻസർ ഈസ് -1. ഓക്കെ, -1 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പോസിബിൾ വാല്യൂസ് ഓഫ് തീറ്റ ഫോർ വിച്ച് ടാൻ തീറ്റ ഈസ് -1. ഇതെന്താണ് -4π മുതൽ 4π വരെ.
സോ ഒന്ന് എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കുറച്ച് പറയുന്നുണ്ട്. 0 മുതൽ 4π വരെ ക്ലോക്ക് വൈസ് സെൻസിലും -4π മുതൽ 0 വരെ ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞ തെറ്റിപ്പോയിരുന്നത് നേരെ ഓപ്പോസിറ്റ്. 0 മുതൽ 4π വരെ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസ്, ദാറ്റ് മീൻസ് എപ്പോഴുള്ള പോസിറ്റീവ് സെൻസ് എന്ന് വെച്ചാൽ തീറ്റ വരും, അടുത്തത് π - തീറ്റ വരും, ഇവിടെ π + തീറ്റ വരുന്നുണ്ട്, പിന്നെ എന്താണ് 2π - തീറ്റ എന്ന ഫോർമാറ്റിൽ. അപ്പോൾ അതാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ക്ലോക്ക് വൈസ് സെൻസിൽ 0 മുതൽ 4π വരെ, ആദ്യം ആംഗിൾ ഏതാ വേണ്ടത്, π/4 ആണ് വേണ്ടത്. അപ്പോൾ അതാണ് തീറ്റ, π - തീറ്റ. പിന്നെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഏതൊക്കെ ക്വാഡ്രൻറ്റ്, ഒന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. സോ π - തീറ്റയും കൊടുക്കണം, 2π - തീറ്റയും കൊടുക്കണം, 3π - തീറ്റയും കൊടുക്കണം, 4π - തീറ്റയും കൊടുക്കണം. അപ്പോൾ 0 മുതൽ 4π വരെയുള്ള കാര്യങ്ങളോ. തീറ്റ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, π/4. ഓക്കെ ശരി. ഇനി അടുത്തത് നെഗറ്റീവ് ക്ലോക്ക് വൈസ് സെൻസ്, ദാറ്റ് മീൻസ് -4π മുതൽ 0 വരെ, -4π മുതൽ 0 വരെ. അപ്പം ഇത് തീറ്റ, -π + തീറ്റ, -π - തീറ്റ, -2π + തീറ്റ. അപ്പോൾ ഏതൊക്കെ കൊടുക്കാം, -π - തീറ്റ കൊടുക്കണം, തീറ്റ കൊടുക്കണം, -3π - തീറ്റ കൊടുക്കണം, -2π - തീറ്റ കൊടുക്കണം, ഉത്തരം കിട്ടും. ഓക്കെ, ഇത്രയും 8 വാല്യൂസ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ്, ചലഞ്ചർ പ്രോബ്ലം ആയിട്ടൊക്കെ ഉൾപ്പെടുത്താം, പക്ഷേ ഭയങ്കര ടഫൊന്നുമല്ല. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തീറ്റ 0 മുതൽ π/4 വരെയാണ്, അപ്പം 45 ഡിഗ്രി വരെയാണ്. അപ്പോൾ ആരുടെ വാല്യൂ ആണ് വലുത്, സൈൻ്റെ ആണ് കോസിൻ്റെ വാല്യൂ ആണോ? അല്ല പോട്ടെ, ഇവിടെ ടാനും കോട്ടാണ്. അപ്പം ആരുടെ വാല്യൂ വലുത്, ടാൻ തീറ്റയുടെ വാല്യൂ അത് കോട്ട് തീറ്റയുടെ വാല്യൂക്കാളും ചെറുതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതാണ് ഏറ്റവും ബേസിക് കൺസെപ്റ്റ്. അപ്പം പിന്നെ ഒരു കാര്യം അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ് പറയാൻ പറ്റുക, ടാൻ തീറ്റയുടെ വാല്യൂ അത് 0യുടെയും 1ൻ്റെ ഇടയിലാണ്. കാരണം നിങ്ങൾ വെച്ച് നോക്ക്, ടാൻ 45 അതിൻ്റെ വാല്യൂ 1. അപ്പം ടാൻ 45യുടെ അടിയിലുള്ള വാല്യൂസ് പ്രോബബ്ലി എന്തായിരിക്കും, 1നേക്കാളും ചെറുതായിരിക്കും. സോ 0യുടെയും 1ൻ്റെ ഇടയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. 0യുടെയും 1ൻ്റെ ഇടയിലാണ് എന്തിൻ്റെ വാല്യൂ, ടാൻ തീറ്റയുടെ വാല്യൂ. സോ 0യുടെയും 1ൻ്റെ ഇടയിലുള്ള പവറിൻ്റെ വാല്യൂ, പവറിൻ്റെ മുകളിലുള്ള വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ആരാണ് ചെറുത്, ഏറ്റവും ചെറുതെന്ന് വെച്ചാൽ T1 ഉം T2 ഒക്കെ സാധ്യത ചെറുതാവും. കാരണം ടാൻ തീറ്റയാണ് അടിയിൽ ബേസിലുള്ളത്. ടാൻ തീറ്റയുടെ വാല്യൂ 0യുടെയും 1ൻ്റെ ഇടയിലാണ്. 0യുടെയും 1ൻ്റെ ഇടയിൽ മുകളിൽ നമ്മൾ എന്തെങ്കിലും പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളതിനും ചെറുതാവാനാണ് സാധ്യത. ഓക്കെ, പിന്നെ ടാൻ തീറ്റയും കോട്ട് തീറ്റയും ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ എന്തായാലും ചെറുതാവാനാണ് സാധ്യത. ഇനി T1 ഉം T2യിലാണ് ആരാണ് ഏറ്റവും ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ പവറാണ് ഏറ്റവും കൂടുതൽ അയാളായിരിക്കും ചെറുത്. കാരണം എന്താണ്, ഇത് 0യുടെയും 1ൻ്റെ ഇടയിലാണ് ബേസ് ഉള്ളത്. ബേസ് 0യുടെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ആരുടെ പവറാണോ ഏറ്റവും വലുത് അയാളാണ് ഏറ്റവും ചെറുത്. സോ ഇവിടെ ടാൻ തീറ്റയാണോ വലുത്, കോട്ട് തീറ്റയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ആരാണ് വലുത്, കോട്ട് തീറ്റയാണ് വലുത്. സോ ഏറ്റവും കൂടുതൽ വലുത് പവർ ഇയാളാണ്, അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും ചെറുത്. സോ T2 ഈസ് ദി സ്മോളസ്റ്റ്, ദെൻ T1. സോ T2 സ്മോളസ്റ്റ്, പിന്നെയാണ് T1 വരുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ ആകെ ഒരു ഓപ്ഷനുള്ള B ആണ്. സോ അത് കിട്ടിയിട്ടുണ്ട്. എനിവേസ് B ആണ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് T3യും T4ലും. T3യിലും T4ലും കോട്ട് തീറ്റയാണ്. ഇനി കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ്, ടാൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കോട്ട് തീറ്റ എന്തായാലും ഒരു എന്താണ് 1നേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആരുടെ മുകളിലാണ് ഏറ്റവും വലിയ പവർ അവനാണ് ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാവുക. സോ T1 ആണോ T3ക്കാണോ T4 ഏറ്റവും വലിയ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഏറ്റവും വലിയ പവർ, ടാൻ തീറ്റയാണ് കോട്ട് തീറ്റ ഏറ്റവും വലിയ പവർ. ഡെഫിനറ്റ്ലി ഇയാളാണ് വലിയ പവർ, ദാറ്റ് മീൻസ് T4 ആണ് ഏറ്റവും വലുത്. സോ T4 ആണ് ഏറ്റവും വലുത്, പിന്നെയാണ് T3 വരുന്നത്. സോ T4 T3 T1 T2 എന്ന ഓർഡർ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത വെച്ചാൽ സൈൻ ആൽഫ. അപ്പോൾ ഓർഡർ കിട്ടിയല്ലോ ഉത്തരം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് ചാലഞ്ചർ വരാൻ കാരണം വെച്ചാൽ നമ്മൾ തെറ്റിപ്പോകാൻ വളരെ അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ സൈൻ ആൽഫ. ഓക്കെ, ഇത് ആൽഫ എവിടെ നിന്ന് 0 മുതൽ π/4. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ ആൽഫയുടെ വാല്യൂ അത് കോസ് ആൽഫേനേക്കാളും ചെറുതാണെന്ന് പറയാൻ പറ്റും. ശരിയാണല്ലോ, ശരിയാണ്. ഓക്കെ, പിന്നെ 0 ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ സംഭവം ഏത് ബേസ് ഓഫ് ദി ലോഗ് ദാറ്റ് ഈസ് 0 മുതൽ 1 വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റിന് ഏറ്റവും ചെറിയ വാല്യൂ ആണെന്ന് പറയാൻ പറ്റും. ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റിന് ഏറ്റവും ചെറിയ വാല്യൂ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്, കാരണം ഇവിടെ ബീറ്റയുടെ വാല്യൂ അത് 0യുടെയും 1ൻ്റെ ഇടയിലാണ്. ഇറ്റ്സ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും, അല്ലേ? കറക്റ്റാണ്. സോ അങ്ങനെ സമയത്ത് ആദ്യം പവറിൻ്റെ കേസ് നോക്കാം. ആദ്യം ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഡെഫിനറ്റ്ലി XYZ ആയിരിക്കണം ഏറ്റവും ചെറിയ വാല്യൂ. ഏറ്റവും ചെറിയ ബേസ് ഉള്ളവനാണ് ഏറ്റവും ചെറിയ വാല്യൂ. സോ ഏറ്റവും ചെറിയ ബേസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്ന് സൈൻ ആൽഫ, ഇവിടെ ഒരു സൈൻ ആൽഫ. അപ്പം Y എന്തായാലും ഏറ്റവും ചെറുതിൽ വരാൻ സാധ്യതയില്ല, XZലാണ് ചെറുത് സാധ്യതയുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ. ഇനി ഇവർ രണ്ടുപേരും 0യുടെയും 1ൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ്. സൈൻ്റെ വാല്യൂ 0യുടെ ഇടയിലാണ്, 45യുടെ ഇടയിൽ. ഫൈൻ, കോസിൻ്റെ വാല്യൂ 0യുടെ 1ൻ്റെ ഇടയിൽ തന്നെയാണ്. അപ്പം ശരി, അതൊരു ഇൻഫോർമേഷൻ അറിയാം. ഇനി 0യുടെ 1ൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പവറുള്ളവനായിരിക്കും ഏറ്റവും ചെറിയവൻ എന്ന് പറയാൻ പറ്റും. ഏറ്റവും വലിയ പവറുള്ളവനാണ് ഏറ്റവും ചെറിയവൻ. സോ പവേഴ്സ് നമുക്കിനി അനലൈസ് ചെയ്യാം. ഈ പവർ അനലൈസ് ചെയ്യാം. അപ്പോൾ ആരുടെ ഏറ്റവും വലിയ പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ആൽഫ, ഇവിടെ കോസ് ആൽഫയാണ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ഇത് എന്താണ് ഈ പറഞ്ഞ ലോഗരിതം അതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റ് ഉള്ളവനാണ് ഏറ്റവും ചെറിയ പവർ. സോ ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാണ് ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റ്, ഇവനാണ് വലിയ ആർഗ്യുമെൻറ്റ്. ബിക്കോസ് കോസ് ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ സൈൻ ആൽഫ. സോ ഇവനാണ് ഏറ്റവും വലിയ ആർഗ്യുമെൻറ്റ്. സോ ഇവനാണ് ഏറ്റവും ചെറിയ പവർ.
സോ ദാറ്റ് മീൻസ് ഇവനാണ് ഏറ്റവും വലിയ പവർ, ഇവനാണ് ഏറ്റവും ചെറിയ പവർ, സോ ഇവനാണ് ഏറ്റവും വലിയ പവർ. അപ്പോൾ ഇവനാണ് ഏറ്റവും വലിയ പവർ മീൻസ് ഇവൻ്റെ വാല്യൂ ആണ് ഏറ്റവും ചെറുത്, ബിക്കോസ് സൈൻ ആൽഫ ഈ 0 1 ഇടയിലാണ്. സോ എക്സ് ആണ് ഏറ്റവും ചെറുത് എന്നിട്ട് സെഡ് ആണ് പിന്നെ. സോ എക്സ് ഏറ്റവും ചെറുത്, പിന്നെ സെഡ്, പിന്നെ വൈ എന്ന് പറയും. സോ എക്സ് സെഡ് വൈ എന്ന ഓർഡറിലാണുള്ളത്. കറക്റ്റാണ്. എക്സ് ഏറ്റവും ചെറുത്, പിന്നെ സെഡ്, പിന്നെ വൈ. കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു മാത്തമാറ്റിക്കൽ ഗ്യാനാണ്. ഇപ്പോൾ പറഞ്ഞൊരു ബേസ്ഡുള്ള ഒരു മാത്തമാറ്റിക്കൽ ഗ്യാനാണ്. എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക എപ്പോൾ എ അത് 1 വലുതാവുന്ന സമയത്ത്. ഓക്കെ, അന്നേരം ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും. A4 ഗ്രേറ്റർ ആയിരിക്കും, A3 ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ A-3 അത് സംഭവിക്കുക എ അത് ബിനേക്കാളും വലുതാണെന്ന് വിചാരിച്ചോ. അതാണ് കൊടുത്തിട്ടുള്ളത്. എവിടെ കൊടുത്തിട്ടുള്ളത്? എ ഗ്രേറ്റർ ദാൻ ബി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ എയുടെ വാല്യൂ വലുതാണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് അത് ചെറുതാവില്ല, കാരണം ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ വാല്യൂ അപ്പോൾ ചെറുതാവും. റെസിപ്രോക്കൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പവർ ആവുന്ന സമയത്ത് അത് പെട്ടെന്ന് ചെറുതാവുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗ്രാഫ് ഈ രീതിയിൽ വരുന്നത്. നെഗറ്റീവ് ആവുന്ന സമയത്ത് ആരെ വരുന്നത്? B/x ആണ് മുകളിൽ വരുന്നത്. കാരണം എന്താണ്? കാരണം അയാളുടെ അയാളുടെ ബേസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ചെറുതായിരുന്നു, അതുകൊണ്ടാണ് അയാൾ മുകളിൽ വന്നത്. പക്ഷേ അതിൽ അധികം ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പം പറഞ്ഞ പോലെ ബേസിക്കലി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത മാത്തമാറ്റിക്കൽ ഗ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ ഗ്രാഫ് തന്നെ 0 1 ഇടയിലാണെങ്കിൽ ദിസ് ഇസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ഏറ്റവും കൂടുതൽ വലിയ പവറിന് ഏറ്റവും ചെറിയ വാല്യൂ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പവർ ഇൻക്രീസസ്, വാല്യൂ ഡിക്രീസസ്. ഇപ്പോൾ A³ ആണോ വലുത്, A4 ആണോ വലുത്? A³ ആണ് വലുത്, കാരണം A എന്ന് പറഞ്ഞാൽ 0 1 ഇടയിലുള്ള വാല്യൂ ആണ്. സോ A³ ആണ് A4 വലുത്. പിന്നെ A³ B³ കേസ് നോക്കുന്ന സമയത്ത് ആരുടെ ബേസ് ആണ് വലുത്? വലുത്? ഇപ്പം A ഗ്രേറ്റർ ദാൻ B ആയതുകൊണ്ട് ഓക്കെ ഇത് കറക്റ്റാണ്. ഇനി A⁻³ B⁻³ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആരാണ് വലുത്? A ആണ് വലുത് ബീനേക്കാളും, ആണോ അല്ലയോ? ആണ്. അപ്പോൾ A ബീനേക്കാളും വലുതാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ക്യൂബ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു അതിൻ്റെ ഇനിക്വാളിറ്റി നേരെ ചേഞ്ച് ആകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇനിക്വാളിറ്റി ചേഞ്ച് ആയി, അത് തന്നെ എത്രയോ വേറെ വർത്താനൊന്നുമില്ല. ഓക്കെ.